മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റഫലങ്ങളെ നോക്കാം. ഇതുവരെ രാഹുകേതുക്കളുടെ 2-8 ഭാവ സഞ്ചാരം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അനാവശ്യമായ വാക്തർക്കങ്ങൾ തുടങ്ങി പല പ്രശ്നങ്ങളെയും ചിങ്ങക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വന്നു കാണും. 2025 മെയ് 18 രാഹുകേതുവും രാശി മാറുന്നതോടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുമെങ്കിലും മറ്റു ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ കാലയളവിൽ ദേഷ്യം കുറയ്ക്കുകയും ക്ഷമയോടെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഒഴിവാകുകയും അതുവഴി മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസവും മതിപ്പും വർദ്ധിക്കുന്നതുമാണ്. നന്നായി ചിന്തിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണിത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് കുറയ്ക്കുന്നതും നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയും. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകും. ജോലിയിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരുമായി ഇടയ്ക്കിടെ പ്രശ്നങ്ങളും ഉണ്ടാകും. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിക്കും. അതേസമയം ധനസ്ഥാനത്തിൽ നിന്ന് കേതു മാറുന്നതും വ്യാഴത്തിൻ്റെ ലാഭസ്ഥാന സഞ്ചാരവും മൂലം വരുമാനത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വരുമാനം അധികരിക്കുന്നതാണ്. തൊഴിൽ രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായ ചില സഹായങ്ങളും ലഭിക്കും. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വ്യാഴം ഇപ്പോൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിവാഹം നടക്കും. വില കൂടിയ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. പൊതുപ്രവർത്തകർക്കും ഇത് അത്ര നല്ല സമയമല്ല. ആരോഗ്യപരമായ കാര്യങ്ങളെപ്പറ്റി നോക്കുമ്പോൾ ജന്മരാശിയിലെ കേതുവിൻ്റെ സഞ്ചാരം മൂലം ആരോഗ്യപരമായും മാനസികപരമായും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറയ്ക്കാൻ ഗണപതിയെയും ഭദ്രകാളിയെയുമാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം ചില ദോഷഫലങ്ങളെ നൽകുമെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂർ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കന്നിക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.